ക്ഷേത്ര പരിസരം ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവരെ ഒന്ന് പരിശോധിക്കാൻ എന്തെങ്കിലും റൈറ്റ്സ് നിങ്ങൾക്കുണ്ടോ? അല്ല, പരിശോധന നടത്തുകയാണല്ലോ. കർശനമായ പരിശോധനകൾ കൊണ്ട് തന്നെ മറ്റ് യാതൊരുവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കർശന നിരീക്ഷണത്തിലാണ്. മഫ്തിയിൽ നോക്കുക ആളുണ്ട്, അല്ലാതെ ബൈക്ക് പട്രോളിംഗ്, ജീപ്പ് പട്രോളിംഗ് എല്ലാം അതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ ഇപ്പോൾ കുട്ടികളെല്ലാവരും ലഹരിക്ക് അടിമയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞാനിന്നിവിടെ ആറ്റുകാൽ പരിസരത്താണ് നിൽക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും എല്ലാം സ്വീകരിക്കാനായി ആറ്റുകാൽ പരിസരത്ത് തന്നെ എക്സൈസിൻ്റെ ഒരു ടീം തന്നെ വളരെ വിപുലമായി തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ ടീം പ്രവർത്തിക്കുന്നത് തന്നെ ഇത്തരം എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ആറ്റുകാൽ പരിസരത്ത് നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മിന്നൽ റെയ്ഡുകളും അല്ലെങ്കിൽ അറസ്റ്റുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ടീമായി പ്രവർത്തിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥൻ തന്നെ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിക്കുന്ന എക്സൈസ് കൺട്രോൾ റൂം പാർട്ടി ക്ഷേത്ര പരിസരങ്ങളിലും കടകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. കർശനമായ പരിശോധന നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ വിമുക്തി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്ത് ബോധവൽക്കരണവും നടത്തിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വർഷങ്ങളിലെങ്ങാനും ഇതുപോലൊരു റെയ്ഡ് നടക്കുകയോ എന്തെങ്കിലും പിടിച്ചെടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ സംയുക്ത റെയ്ഡുകളും പരിശോധനകളും മറ്റും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് മേഡം ആ ഭാഗങ്ങൾ ഒരു കേസും ലഭിച്ചിട്ടുണ്ട്. തുടർന്നും പരിശോധനകൾ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ക്ഷേത്ര പരിസരം ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവരെ ഒന്ന് പരിശോധിക്കാൻ എന്തെങ്കിലും റൈറ്റ്സ് നിങ്ങൾക്കുണ്ടോ? അല്ല, പരിശോധന നടത്തുകയാണല്ലോ. കർശനമായ പരിശോധനകൾ കൊണ്ട് തന്നെ മറ്റ് യാതൊരുവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കർശന നിരീക്ഷണത്തിലാണ്. മഫ്തിയിൽ നോക്കുക ആളുണ്ട്, അല്ലാതെ ബൈക്ക് പട്രോളിംഗ്, ജീപ്പ് പട്രോളിംഗ് എല്ലാം അതുണ്ട്. അപ്പോൾ ശക്തമായ പരിശോധന ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, ആറ്റുകാൽ പരിസരം മാത്രമല്ല ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കർശനമായ എക്സൈസിൻ്റെ പരിശോധന ഉണ്ടാവും. ഇപ്പം കൂടുതലായും കേരളം കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശികളൊക്കെ കൂടുതലായിട്ടും കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലാതെ തന്നെ എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ പിടിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, പതിവ് ഇപ്പോൾ ഇലക്ഷൻ ഉടനെ ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാവിധ മുൻകരുതലുകളും തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ നമുക്ക് മുൻകരുതൽ എന്നുള്ള ലെവലിൽ പരിശോധനകളും മറ്റുകളും എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗവും മറ്റും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ നമുക്ക് അറിയിക്കേണ്ട നമ്പറുകൾ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ നമ്പറുകളിൽ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമായി തന്നെ നമ്മൾ സൂക്ഷിക്കുന്നതാണ്. യാതൊരു വിധത്തിലും പുറത്തറിയാത്ത രീതിയിൽ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് അത്തരം അറിയിക്കുന്ന പരാതികൾക്ക് ഉടനടി നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിപ്പോൾ നമ്മളെ എക്സൈസ് കമ്മീഷണറേറ്റിലും മറ്റ് ഡിവിഷൻ ഓഫീസിലും തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിലും ഒക്കെ പ്രവർത്തിക്കുന്ന നമ്പറുകളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് ഈ പരാതികൾ ലഹരി സംബന്ധമായ എന്ത് പരാതി ഇതിൽ അറിയിക്കാവുന്നതും അതിൽ കൂടാതെ കുട്ടികളിലും മറ്റും എല്ലാവർക്കും ഉണ്ടാകുന്ന വിമുക്തി ഡീഅഡിക്ഷൻ ബോധവൽക്കരണവും അല്ലെങ്കിൽ അതോടനുബന്ധിച്ച ചികിത്സയും മറ്റും നൽകുന്നതിനും ടോൾ ഫ്രീ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 14 405 എന്ന ഇത് നമ്പറിലാണ് കൗൺസിലിംഗ് നടത്താൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ടോൾ ഫ്രീ നമ്പർ. ബാക്കിയുള്ള നമ്പറിൽ പരാതികളും മറ്റും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ ശക്തമായ ഉടനടി ആ നടപടികൾ കൈക്കൊള്ളുന്നതാണ്.